നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിലെ വിവിധ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. പ്രവൃത്തികൾ സുവർണ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച്. കലാലയങ്ങൾ കായിക വളർച്ചയുടെ പ്രധാന കേന്ദ്രങ്ങളെന്ന് കായിക മന്ത്രി അബ്ദുറഹ്മാൻ. ധീവരസഭയോട് സർക്കാർ കാണിക്കുന്ന തികഞ്ഞ അവഗണന, കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ജില്ലാ കമ്മിറ്റി. സഭയെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. ജവഹർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ ലിറ്ററേച്ചർ ഫെസ്റ്റിന് 20-ന് തിരിതെളിയും. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ പ്രമുഖർ പങ്കെടുക്കും. സംസ്കാരം, സ്ത്രീ, പരിസ്ഥിതി എന്നീ വിഷയങ്ങളിലൂന്നിയ ഫെസ്റ്റ് 22-ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. കലാലയങ്ങൾ കായിക വളർച്ചയുടെ പ്രധാന കേന്ദ്രങ്ങളാണെന്നും അതിനാൽ ആ ലക്ഷ്യത്തെ മുൻനിർത്തി വിവിധ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ സുവർണ ജൂബിലി വർഷത്തിൽ ഗ്രൗണ്ട് നവീകരണം, സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം, ഹോസ്റ്റൽ നിർമ്മാണം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും കാലം ആഗ്രഹിച്ച ഒരു സ്റ്റേഡിയം ആ ആഗ്രഹം സഫലമാകുന്ന ദിനമാണ്. ബഹുമാനനായ കൃഷ്ണമേനോന്റെ പേരിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ കോളേജിന് ഇന്ന് നിരവധിയായ പുതിയ പദ്ധതികളിലൂടെ ആധുനികവൽക്കരിക്കുക. നമ്മളിരിക്കുന്ന ഈ ഹോളടക്കം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിർമ്മിച്ചതാണ്. ചടങ്ങിൽ കെ.വി. സുമേഷ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ കെ.ടി. ചന്ദ്രമോഹനൻ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര, കൌൺസിലർമാരായ കൂക്കിരി രാജേഷ്, വി. കെ. ഷൈജു, ടി. രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. റൺസ് ഫെഡ് 4ാമത് ജില്ലാ സമ്മേളനം കണ്ണൂർ ഹോട്ടൽ ബ്ലൂ നൈലിൽ നടന്നു. പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിവിധ വർഗപരമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മേഖലയിൽ സ്വീകരിക്കുന്ന നിങ്ങളുടേതായ പരിപാടികളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സംഘടനാപൂർവ്വമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാത്തര ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം വർഗപരമായി ആലോചിക്കാനും ചർച്ച ചെയ്യാൻ കഴിയുന്നതിന് തന്നെയാണ്. ഏത് കാര്യങ്ങളും യഥാസമയം അത് അറിയിക്കേണ്ടവരെ യഥാസമയത്ത് അറിയിക്കുക, വസ്തുതാപരമായി അറിയിക്കുക. കൂട്ടിച്ചേർക്കലുകളും അലങ്കാരങ്ങളും ഇല്ലാതെ തന്നെ എന്താണോ യാഥാർത്ഥ്യവുമായി സത്യസമായ വിഷയങ്ങൾ അത് ബുദ്ധിമുട്ടുമ്പോഴാണ് അത് വിജയിച്ചുകൊണ്ട്. ജില്ലാ പ്രസിഡന്റ് കെ. ഇ. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ടി. ജെ. അരുൺ, എ. അബ്ദുൽ സലാം, ശ്രീകാന്ത്, എസ്. ബാബു, ഫൈസൽ ബാലുശ്ശേരി, പി. കെ. മുഹമ്മദ് നസീം, പി. പി. സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്ലാൻ സമർപ്പണത്തിന് കുറ്റമറ്റ രീതിയിലുള്ള സോഫ്റ്റ്വെയർ നടപ്പിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മഹാരാഷ്ട്രയിലെ ഗ്ലോബൽ സ്കോളേഴ്സ് ഫൗണ്ടേഷൻ നൽകുന്ന ഭൂഷൺ പുരസ്കാർ കണ്ണൂർ സ്വദേശിയായ ഡോക്ടർ സി. വി. രഞ്ജിത്തിന്. ഒരു മലയാളി സംഗീത സംവിധായകന് ഇതാദ്യമായാണ് മികച്ച കലാപ്രവർത്തനത്തിലുള്ള ഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. ഡോക്ടർ സി. വി. രഞ്ജിത്ത് സംവിധാനവും സംഗീത സംവിധാനവും നിർവഹിച്ച വന്ദേ മാതരം, എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ജനുവരി 5-ന് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് രഞ്ജിത്ത് പുരസ്കാരം ഏറ്റുവാങ്ങും. മികച്ച സംവിധാനം, മികച്ച സംഗീത സംവിധാനം എന്നീ വിഭാഗങ്ങളിലാണ് ഡോക്ടർ സി. വി. രഞ്ജിത്തിന് പുരസ്കാരം ലഭിച്ചത്. ജനുവരി 5-ന് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. നേരത്തെ വേൾഡ് റെക്കോർഡ് യൂണിയന്റെയും വേൾഡ് റെക്കോർഡ്സ് ഇന്ത്യയുടെയും ലോക റെക്കോർഡ് വന്ദേമാതരം എന്ന ഗാനത്തിലൂടെ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ഏറ്റവും കൂടുതൽ ലൊക്കേഷനുകളിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ ദേശഭക്തി ഗാനം എന്ന ഇരട്ട ലോക റെക്കോർഡിന്റെ ഉടമയാണ്. ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിലെ 33 നഗരങ്ങളിലായി 40 ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച ഗാനം സമൂഹമാധ്യമങ്ങളിൽ ഇതിനോടകം തരംഗമാണ്. നേരത്തെ മുംബൈ എന്റർടൈൻമെന്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യ പുരസ്കാരങ്ങളും ഈ ഗാനം നേടിയിട്ടുണ്ട്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിലെ വിവിധ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. പ്രവൃത്തികൾ സുവർണ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച്. കലാലയങ്ങൾ കായിക വളർച്ചയുടെ പ്രധാന കേന്ദ്രങ്ങളെന്ന് കായിക മന്ത്രി അബ്ദുറഹ്മാൻ. ധീവരസഭയോട് സർക്കാർ കാണിക്കുന്ന
തികഞ്ഞ അവഗണന. കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ജില്ലാ കമ്മിറ്റി. സഭയെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. ജവഹർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ ലിറ്ററേച്ചർ ഫെസ്റ്റിന് 20-ന് തിരിതെളിയും. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ പ്രമുഖർ പങ്കെടുക്കും. സംസ്കാരം, സ്ത്രീ, പരിസ്ഥിതി എന്നീ വിഷയങ്ങളിലൂന്നിയ ഫെസ്റ്റ് 22-ന് സമാപിക്കും. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില കേരള ധീവരസഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റ് മാർച്ച് നടത്തി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് US ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജീവൻ സമുദായത്തെ പട്ടികജാതി ഉൾപ്പെടുത്തണമെന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം പാടെ റദ്ദാക്കി. ഞാനും ജനറൽ സെക്രട്ടറിയും ഒരു കാലത്ത് ശ്രീ ശാസ്ത്രി ഭവനിൽ ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങളുടെ പട്ടികജാതി പ്രശ്നം എന്തായെന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞത്, ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ് നിങ്ങളുടെ പട്ടികജാതി പ്രശ്നം കണക്കിലെടുക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് നിലവിലുണ്ടാകുമ്പോൾ ഗവൺമെൻറ് തീരുമാനമേ ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും പട്ടികജാതി പ്രശ്നം തീരുന്നതല്ലെന്നാണ് നമുക്ക് തന്നിട്ടുള്ള ഉത്തരവ്. ധീവരസഭയോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, ധീവരസഭയെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് T സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. K ദുർഗാദാസ്, K രതീശൻ, M പവിത്രൻ മാസ്റ്റർ, K അനിൽകുമാർ, T സന്തോഷ്, K സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഈയുടെ ജനസേവന പദ്ധതിയുടെ ഭാഗമായി അംഗവൈകല്യം സംഭവിച്ചവർക്ക് ഓർത്തോട്ടിക് ഉപകരണങ്ങൾ സൗജന്യമായി സെറ്റ് ചെയ്ത് നൽകുമെന്ന് ലയൺസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025 ജനുവരി 19-ന് പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ആസ്ഥാനമായ ലയൺസ് ഡോക്ടർ AV കരുണാകരൻ മെമ്മോറിയൽ ലയൺസ് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ഉപകരണങ്ങൾ കൈമാറുക. സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന 150ഓളം പേർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും. ജന്മനാലും അപകടങ്ങൾ, മറ്റസുഖങ്ങൾ മൂലവും അംഗവൈകല്യം നേരിടുന്ന, സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന 150ഓളം പേർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും. ലയൺസ് ഇന്റർനാഷണലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ലയൺസ് ഡിസ്ട്രിക്ട് 318 ഈയുടെ പ്രവർത്തന മേഖലയിലുള്ള കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകൾ, മാഹി കേന്ദ്രഭരണ പ്രദേശം എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് പദ്ധതിയിൽ അംഗമാകാം.
ലയൺസ് ക്ലബ്ബ് പയ്യന്നൂരിൻ്റെ നേതൃത്വത്തിൽ 2025 ജനുവരി 19 ആരംഭിക്കുന്ന സൗജന്യ ഓർത്തോട്ടിക് പരിശോധനാ ക്യാമ്പിൽ വച്ച് ഗുണഭോക്താക്കളെ നേരിട്ട് പരിശോധിച്ച് ഓർത്തോട്ടിക് ഉപകരണങ്ങൾക്കുള്ള ഓർഡർ എടുക്കും. ഈ സേവനം ആവശ്യമായി വരുന്ന വ്യക്തികൾ ജനുവരി 19 രാവിലെ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരും. ഇക്കൊല്ലത്തെ ഓർത്തോട്ടിക് ക്യാമ്പ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അപകടം മൂലവും അല്ലെങ്കിൽ മറ്റുള്ള രോഗാവസ്ഥ, പോളിയോ മാതിരിയുള്ള രോഗങ്ങളും, അതുപോലെ തന്നെ കാലിന് മുട്ടിന് മുകളിൽ വേണ്ടുന്ന കാലിപ്പേഴ്സ് അല്ലെങ്കിൽ കൈക്കുള്ള കാലിപ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനോട് വിശദമായിട്ട് വീണ്ടും സംസാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 50 എണ്ണമെങ്കിലും ഏകദേശം ജനങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട്, അർഹതപ്പെട്ടവർക്ക്. അപ്പോൾ ഏകദേശം 5 ലക്ഷം രൂപയുടെ ഒരു പരിപാടിയാണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പയ്യന്നൂർ ലയൺസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് പരിപാടിയുടെ ഉദ്ഘാടനവും അതിനുശേഷം ഒരു 10 ദിവസത്തോളം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും പിന്നെ അത് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുത്താൽ അവരെ വന്ന് അത് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 94 97 68 58 85, 94 47 05 41 06, 98 95 02 91 07 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി P ഗംഗാധരൻ, രതീഷ് കുമാർ, KPT ജലീൽ, G സുധാകരൻ, M വിനോദ് കുമാർ, TCV ദിനേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 1985 സ്ഥാപിതമായ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ലൈബ്രറികളിൽ ഒന്നായ കണ്ണൂർ ജവഹർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ലിറ്ററേച്ചർ ഫെസ്റ്റ് 2ാം പതിപ്പ് 2024 ഡിസംബർ 20, 21, 22 തീയതികളിൽ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കും. ഡിസംബർ 20 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ സക്കറിയ ഉദ്ഘാടനം നിർവഹിക്കും. കഴിഞ്ഞ വർഷം നടന്ന പ്രഥമ ലിറ്റററി ഫെസ്റ്റോടെ കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് കേരളത്തിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ ഫെസ്റ്റുകളിലൊന്നായി മാറിക്കഴിഞ്ഞു. സംസ്കാരം, സ്ത്രീ, പരിസ്ഥിതി വിഷയങ്ങളാണ് ഫെസ്റ്റിവൽ ഈ വർഷം ഊന്നൽ നൽകുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെഷനുകളിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി സാഹിത്യകാരന്മാരും കലാ സാംസ്കാരിക മേഖലകളിലുള്ളവരും ഉൾപ്പെടെ 70-ലധികം പേർ പങ്കെടുക്കും. ജവഹർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ സാഹിത്യോത്സവത്തിൻ്റെ 2ാം പതിപ്പ് ഡിസംബർ 20 തുടങ്ങുകയാണ്. 20, 21, 22 തീയതികളിലായിട്ടാണ് ഈ മേള നടക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനായ സക്കറിയയാണ്. 20-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. ഈ ചടങ്ങിൽ പ്രശസ്ത കലാ നിരൂപകനായ സദാനന്ദ മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തും. സക്കറിയ, M മുകുന്ദൻ, CV ബാലകൃഷ്ണൻ, സദാനന്ദ മേനോൻ, വിദ്യാധരൻ മാസ്റ്റർ, K വേണു IAS, കൽക്കി സുബ്രഹ്മണ്യം, വത്സൻ കൂർമ കൊല്ലേരി, പ്രൊഫസർ EV രാമകൃഷ്ണൻ, KC നാരായണൻ, EP രാജഗോപാലൻ, കൽപ്പറ്റ നാരായണൻ, CN ഗോപികൃഷ്ണൻ, സന്തോഷ് കീഴാറ്റൂർ, ഭാഗ്യനാഥൻ, J ശൈലജ, M സുചിത്ര, ഇന്ദു മേനോൻ, ഷീല ടോമി, KV സജയ് തുടങ്ങി നിരവധി പേർ ഈ വർഷം 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്യുമെന്ററി, ഹ്രസ്വ സിനിമ, സ്ലൈഡ് ഷോ, പുസ്തക പ്രകാശനം എന്നിവയും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ലിറ്റററി ഫെസ്റ്റ് മാഗസിൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാറിന് നൽകി CV ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ CV ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, ബാലകൃഷ്ണൻ കൊയ്യാൽ, M രത്നകുമാർ, KP ജയബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ ഭരണഘടന മഹത്തരമാണെന്നും 1969-ലെ ബാങ്ക് ദേശസൽക്കരണം രാജ്യത്ത് വമ്പിച്ച മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുവെന്നും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പെൻഷൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ നിലവിൽ വന്നതിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഭരണഘടന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് ഏറ്റവും പരമപ്രധാനമായ ഒരു ധർമ്മമായി, ദൗത്യമായി നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ലോകത്തെ തന്നെ അംഗരാഷ്ട്രങ്ങളിൽ ഏറ്റവും വിശാലവും സുതാര്യവും നന്മ നിറഞ്ഞതുമായിട്ടുള്ള
വിശ്വമാനവികതയെയും സാഹോദര്യത്തെയും മതനിരപേക്ഷതയെയും ആദരിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് സി ഉമാപതി അധ്യക്ഷത വഹിച്ചു. AC മാധവൻ, PP ഭാർഗവൻ, CV കൃഷ്ണകുമാർ, രാമകൃഷ്ണൻ കണ്ണോം, AP പ്രമോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. മുതിർന്ന 5 പെൻഷൻകാരെയും കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ഉള്ളവരെയും പരിപാടിയിൽ വെച്ച് ആദരിച്ചു. കേരളത്തിലെ സാധാരണ പെൻഷൻകാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വ്യാപകമായി ഡിസംബർ 19-ന് കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. കണ്ണൂരിൽ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പെൻഷൻകാർക്ക് 2016 മുതൽ അനുവദിച്ചു തന്ന DA 2002-ൽ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണമെന്ന സംഘടനയുടെ ആവശ്യം സർക്കാർ നിയമിച്ച റിട്ടയർഡ് ജില്ലാ ജഡ്ജി അധ്യക്ഷനായുള്ള കമ്മീഷൻ നിരാകരിക്കുകയാണ്. 1656 കോടി രൂപ കേരള ബാങ്കിൽ പെൻഷൻ ബോർഡിന് സ്ഥിര നിക്ഷേപമുണ്ട്. ഈ സംഖ്യ പെൻഷൻകാർക്ക് നൽകുന്നതിന് പകരം കമ്മീഷനെ വെച്ച് ദൂർത്തടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം. ജില്ലാ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ അധ്യക്ഷനാകും. രാവിലെ 9:30-ന് സ്റ്റേഡിയം കോർണറിൽ നിന്നും പ്രതിഷേധ മാർച്ച് തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇത് നിങ്ങൾക്കറിയാം, പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടുന്ന മിനിമം പെൻഷൻ എത്രയാണെന്ന് വെച്ചാൽ 3600 രൂപയാണ്. നേരെ മറിച്ച് ഒരു സർക്കാർ ജീവനക്കാരനുള്ള ഏറ്റവും മിനിമം പെൻഷൻ കിട്ടുന്നത് 11,500 രൂപയാണ്. ഞങ്ങൾക്ക് പരമാവധി പെൻഷൻ സീൽ ചെയ്തിരിക്കുന്നത് 17,800 രൂപ. ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ വിരമിക്കുന്ന അവസരത്തിൽ 80,000-ഓ 1,00,000-ഓ ആണ് ശമ്പളമെങ്കിൽ ഏകദേശം 30 വർഷക്കാലം സർവീസുള്ള ഒരാൾക്ക് ലഭിക്കുക ആ അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ 50% അവർക്ക് പെൻഷനായി ലഭിക്കുമ്പോഴാണ് സഹകരണ മേഖലയിൽ നിന്ന് ഇന്ന് സാമാന്യം മെച്ചപ്പെട്ട ജീവനക്കാരുടെ ശമ്പളമുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കും. ആ മെച്ചപ്പെട്ട ശമ്പളം വാങ്ങിക്കുന്ന 1,00,000-ഓ 1,15,00,000-ഓ 1,00,000-ഓ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾക്ക് പരമാവധി പെൻഷൻ കിട്ടുന്നത് 17,800 രൂപ, മിനിമം പെൻഷൻ 3,600. അപ്പോൾ അത്രയും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഈ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി KP പ്രഭാകരൻ, AP ജനാർദ്ദനൻ, CV കുഞ്ഞികൃഷ്ണൻ, M സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രണ്ടാം കൊട്ടിയൂരെന്നറിയപ്പെടുന്ന ആറ്റടപ്പ ശ്രീ നൂഞ്ഞിക്കാവ് മഹാശിവക്ഷേത്രത്തിൽ ലക്ഷദ്വീപ് സമർപ്പണവും മാതൃസമിതി തിരുവാതിരയും കോഴിക്കോട് പ്രശാന്ത് വർമ്മ അവതരിപ്പിച്ച മാനസലഹരി ഭക്തിഗാനസുധയും നടന്നു. കമ്പേറ്റില്ലത്തിന്റെ ഊരായ്മ അവകാശമുള്ള ഈ ക്ഷേത്രം 50 വർഷങ്ങൾക്ക് മുന്നേ നട തുറന്ന് ദീപം തെളിയിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അന്നത്തെ നാട്ടുപ്രമാണിമാരുടെയും അഡ്വക്കേറ്റ് VV വിജയന്റെയും സാന്നിധ്യത്തിൽ കമ്പേറ്റില്ലത്ത് വാസുദേവൻ നമ്പൂതിരി നാട്ടുകാരുടെ കമ്മിറ്റി രൂപീകരിച്ചാണ് പുനരുജ്ജീവന പ്രവൃത്തികൾ ആരംഭിച്ചത്. ആ സമയത്ത് ക്ഷേത്രത്തിന്റെ അവസ്ഥ തീർത്തും ദയനീയമായിരുന്നു. പിന്നീട് 1980 മുതലുള്ള കമ്മിറ്റിയുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലൂടെയാണ് നൂഞ്ഞിക്കാവ് ഇന്നത്തെ രൂപത്തിലേക്ക് ഉയർന്നു വന്നത്. വെള്ളൂരില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയാണ് ക്ഷേത്രം തന്ത്രി. ക്ഷേത്ര ഊരാളനായ ത്രിവിക്രമൻ നമ്പൂതിരിയും മേൽശാന്തി രാജേഷ് നമ്പൂതിരിയുടെയും സേവനങ്ങളും ക്ഷേത്രത്തിന് മുതൽക്കൂട്ടാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും ഒരുക്കി കൊടുക്കുന്നതിനും ബാലകൃഷ്ണൻ പ്രസിഡന്റും സെക്രട്ടറി രാജേഷ്, ട്രഷറർ കൃഷ്ണൻ, രക്ഷാധികാരി V പുരുഷോത്തമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ തന്നെ ഓരോ പരിപാടി ഓരോ വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഭക്തന്മാരുടെ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രവർത്തനം, ഒരുപാട് ചെറുപ്പക്കാർ, അതുപോലെ നല്ലൊരു മാതൃസമിതി, ഒരുപാട് ചെറുപ്പക്കാർ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ ക്ഷേത്രം ഈ നിലയിലേക്ക് എത്തിച്ചത്. വളരെ അഭിമാനത്തോടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും, നൂനിങ്കാവ് ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ അഭിമാനമാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമായി മാറി എന്നതാണ് വസ്തുത. ഇതിൻ്റെ പരിസരത്തായി ക്ഷേത്രത്തിന് സ്വന്തമായി സ്ഥലമെടുക്കുകയും
സ്വന്തമായി വിലക്കെടുത്ത് സ്ഥലമെടുത്ത് അങ്ങനെ ആ സ്ഥലത്ത് ഒരുപാട് പരിപാടികൾ ഈ ക്ഷേത്രത്തിൽ പരിപാടി നടത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ശിവക്ഷേത്രം ഒരു സ്റ്റേജും പ്രത്യേക ഒരു സ്റ്റേജും അതുപോലെ സ്ഥലവും എല്ലാം ക്ഷേത്ര പരിപാലന കമ്മിറ്റി സ്വന്തമായി വിലക്കെടുത്ത ഒരുപാട് അങ്ങനെ വലിയൊരു സമ്പത്ത് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാക്കാൻ ഈ പ്രദേശത്തെ ഭക്തജനങ്ങളുടെയും മറ്റു പ്രദേശത്തെ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. ഊർജ്ജസ്വലരായ മാതൃസമിതിയുടെയും നാട്ടുകാരുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ നല്ല ഉദാഹരണമാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളൊന്നായി ഈ ക്ഷേത്രത്തെ മാറ്റാൻ സാധിച്ചത്. നൂഞ്ഞിങ്ങാവ് ക്ഷേത്രത്തിൽ ഗണപതി, ശാസ്താവ്, ഭഗവതി തുടങ്ങിയവർക്ക് പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. എല്ലാ മാസവും ദേവീ പൂജയും വർഷത്തിലൊരു ദിവസം കോലത്തോടു കൂടിയുള്ള കലശപൂജയും നടത്തി വരുന്നുണ്ട്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്കും ശിവരാത്രി ഉത്സവത്തിനുമാണ് അന്നപ്രസാദം ഉണ്ടാവുക. വൻ ഭക്തജന സാന്നിധ്യമാണ് ഈ ദിവസങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണം ഗ്രാമിന് 7150, പവന് 57,200, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിലെ വിവിധ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. പ്രവൃത്തികൾ സുവർണ ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച്. കലാലയങ്ങൾ കായിക വളർച്ചയുടെ പ്രധാന കേന്ദ്രങ്ങളെന്ന് കായിക മന്ത്രി അബ്ദുറഹ്മാൻ. ധീവരസഭയോട് സർക്കാർ കാണിക്കുന്ന തികഞ്ഞ അവഗണന, കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ജില്ലാ കമ്മിറ്റി. സഭയെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. ജവഹർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ ലിറ്ററേച്ചർ ഫെസ്റ്റിന് 20-ന് തിരിതെളിയും. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ പ്രമുഖർ പങ്കെടുക്കും. സംസ്കാരം, സ്ത്രീ, പരിസ്ഥിതി എന്നീ വിഷയങ്ങളിലൂന്നിയ ഫെസ്റ്റ് 22-ന് സമാപിക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.